ഡിയേഴ്സ് അസ്സാം വലൈക്കും warahmatullahi wabarakatuh. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് ചോദിക്കാറുണ്ട്, ഈ 5 പിടി 6 പിടിയാണ് എങ്ങനെ മെഷർമെൻറ്റ് ചെയ്യുക, എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുക, കുട്ടികൾക്ക് ഏത് സൈസാണ് ഉപയോഗിക്കേണ്ടത്, ചെറിയ 5 പിടിയാണോ 6 പിടിയാണോ, 5 വയസ്സായ കുട്ടികൾക്ക് 2 വയസ്സായ കുട്ടികൾക്ക് എങ്ങനെ യൂസ് ചെയ്യുക, അതായത് 5ആണോ സൂട്ടാകുക അതുപോലെ 6ആണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി അതിനൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യാം. വലിയതായിട്ട് വീഡിയോ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും, ഇനി എന്നാലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാത്ത ആളുകൾ എനിക്ക് 1-2 മെസ്സേജുകളല്ല വരുന്നത്, മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 പിടിയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്, കണ്ടല്ലോ, ഇങ്ങനെ ലെങ്ത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ 5 പിടിയിൽ നിന്ന് 6 പിടി എങ്ങനെ കണക്കാക്കുക വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന മാലകളോ അല്ലെങ്കിൽ കുട്ടികളുടേതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കയറോ എന്താ വെച്ചാൽ മാല യൂസ് ചെയ്യുന്നുണ്ട് അതെടുക്കുക. തീരെ യൂസ് ചെയ്യാത്ത ആളുകളുണ്ടാകും, അങ്ങനത്തെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു നൂലെടുത്തിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഇത് ഒരുവിധം പ്രായം പറഞ്ഞാൽ നമുക്ക് തന്നെ സ്യൂട്ടാകാൻ പറ്റും, അറിയാൻ കഴിയും കേട്ടോ. അതായത് ഇപ്പോൾ 1 വയസ്സ് മുതൽ, അതായത് ചെറിയ കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 5 പിടിയാണ് ഏറ്റവും സ്യൂട്ടാകുക. അത് തടിയുള്ള കുട്ടികളാണെങ്കിൽ 6 പിടി വേണം, തടി ഒരു നോർമൽ ഇതാണെന്നുണ്ടെങ്കിൽ 5 പിടി മതിയാണ്. ഇതാണ് 5 പിടിയിൽ വരുന്നത്. ആണെങ്കിൽ എങ്ങനെ കണക്കാക്കാൻ നോക്കും കേട്ടോ. ഇങ്ങനെ 2 ലെയറിലാക്കിയിട്ടാണ് പിടിക്കുന്നത്, ഉണ്ടല്ലോ, ഇങ്ങനെയാണ് പിടിക്കുന്നത്. എന്നിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതാ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇതാ ഇങ്ങനെ ഒരു പിടി, ഈ ഒരു 4 വിരലിൽ ഒരു പിടി, 2 പിടി, പിന്നെ ഇത് 3-മത്തെ പിടിക്കില്ല, ഉണ്ടല്ലോ, 3-മത്തെ പിടിക്കില്ല, അപ്പോൾ 2 വരുന്നുള്ളൂ. ഇതാണ് 5 പിടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി 6 പിടി കാണിച്ചു തരാം. 6 പിടി എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ 1 2 3, ഉണ്ടല്ലോ, എന്നിട്ടാണ് ലോക്കറ്റ് വെക്കണം. അപ്പോൾ 6 പിടി, അതായത് 2 മാല കൂട്ടി പിടിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 എണ്ണം ഇവിടെ 1 പിടിക്കുമ്പോൾ 2 ആയി, 2 4 6, മറ്റേത് അരയാണ് വരുന്നത്. അപ്പോൾ 5 പിടിയാണ് വരിക കേട്ടോ. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് എങ്ങനെ മെഷർമെൻറ്റ്, ചില ആളുകൾക്ക് ലെങ്ത്ത് അറിയണം, അതായത് ഇഞ്ച് വൈസ് എങ്ങനെ വരുന്നത്. ഇപ്പോൾ 6 പിടിയിലാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ ഇഞ്ച് വരുന്നത് 18ൻ്റെ അടുത്ത് വരും കേട്ടോ. 17 18, കണ്ടല്ലോ, അതാ ഇത്ര വരും. ലോക്ക് എടുക്കണം നോക്കുന്നത് 6 പിടി ആകുമ്പോൾ കേട്ടോ. അല്ല, നിങ്ങൾക്ക് ഇതാ 5 പിടിയാണെങ്കിൽ 15 വരിക. 5 പിടി 15 ഇഞ്ച് വയസ്സാണ് പറയുന്നത് കേട്ടോ. 15 ഇഞ്ചാണ് വരിക മാല. 5 പിടി 15, 6 പിടി വന്നിട്ടുള്ള 18 കേട്ടോ. അത് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് 8 പിടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മാല എടുക്കാം. അതായത് മാല ഇങ്ങനെ നോക്കുന്ന വെച്ചാൽ ഇങ്ങനത്തെ ഒരു മാല, സാധാ ഈ മാല തന്നെയാണല്ലോ, വേറെ ഏത് മാലയാണെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് 1 2 3 അതൊന്നുകൂടി പിടിക്കാനുണ്ടാവും. അപ്പോൾ അത് 8 പിടി ആവും കേട്ടോ. മനസ്സിലായല്ലോ. അല്ലാതെ ഇങ്ങനെ പിടിച്ചിട്ടല്ല 1 2 3 4 5 6 അങ്ങനെയൊക്കെയാണെങ്കിൽ 6 പിടിയാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീർന്നു വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആകുമ്പോൾ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് അപ്ഡേഷനൊക്കെ ആയിട്ട് അറിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സംശയം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ താങ്ക് യു.